നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിക്കെതിരായ യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 91 ദീർഘദൂര ഡ്രോണുകൾ ഉപയോഗിച്ച് വ്ളാഡിമിർ പുടിന്റെ ഔദ്യോഗിക വസതിയെ ആക്രമിക്കാൻ യുക്രൈൻ ശ്രമിച്ചതായി റഷ്യ ആരോപിച്ചിരുന്നു. അത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളെല്ലാം തന്നെ അത് ശരിവെച്ചതുമാണ്. ഈ ഒരു വിഷയത്തിനെയാണ് ഒരു ആത്മസുഹൃത്തായ, അതായത് നരേന്ദ്രമോദിയുമായി വളരെയേറെ അഗാധമായ ഒരു ആത്മബന്ധം പുലർത്തുന്ന നേതാവാണ് നമ്മുടെ വ്ളാഡിമിർ പുടിൻ. നമുക്കറിയാലോ, ചൈനയിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ 7 വർഷത്തിന് ശേഷം പങ്കെടുത്ത നമ്മുടെ നരേന്ദ്രമോദി, അദ്ദേഹം അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ തീർച്ചയായിട്ടും അത് നരേന്ദ്രമോദിക്ക് വേണ്ടി 3/4 മണിക്കൂറോളം പുടിൻ കാത്തു നിൽക്കുകയും എന്നിട്ട് പുടിൻ്റെ ഔദ്യോഗിക വാഹനത്തിലാണ്, കാറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പോയത്. മാത്രമല്ല, അവിടെ ചെന്നിട്ടും അതിലോട്ട് ഇറങ്ങാതെ വീണ്ടും അരമണിക്കൂർ കൂടുതൽ കാറിൽ ഇവർ നിലയുറപ്പിച്ചു. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനുമായി എന്താണ് ചർച്ച ചെയ്തത് എന്ന് ലോകം ചർച്ച ചെയ്തതാണ്. മാത്രമല്ല, ചിലർ അവകാശപ്പെട്ടത് അന്ന് നരേന്ദ്രമോദിക്കെതിരെ ചില ഭീഷണികളുണ്ടെന്നും അപ്പോൾ റഷ്യയുടെ സുരക്ഷാ സേനയുടെ ഒരു ക്ലിയറൻസ് കിട്ടിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി മോദിയെ രക്ഷിച്ചതാണെന്നും ഒക്കെയുള്ള പല രീതിയിലുള്ള ചർച്ചകൾ അന്ന് ലോകത്ത് നടന്നതാണ്. അതിനുശേഷം ഇന്ത്യയിൽ എത്തിയ ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക്, വാർഷിക ഉച്ചകോടിക്ക് എത്തിയ പുടിനെ നരേന്ദ്രമോദിയുടെ വാഹനത്തിൽ, സ്വന്തം കാറിൽ പോയതും നമ്മൾ കണ്ടതാണ്. സാധാരണ ഏത് രാജ്യത്ത് പോലും നമ്മുടെ പുടിൻ്റെ വാഹനമല്ലാതെ മറ്റൊരു വാഹനത്തിൽ കയറുന്നതല്ല, അങ്ങനെ ഉപയോഗിക്കാറുമില്ല. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അത്രയേറെ വിശ്വാസമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ലോകത്തോട് പറയുകയായിരുന്നു പുടിൻ. അത്രയേറെ ആത്മബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് പുടിൻ്റെ വീടിന് നേരെ ഈ യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെ അപലപിച്ചതും. റഷ്യൻ പ്രസിഡന്റിൻ്റെ വസതി ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ അതീവ ആശങ്കയുണ്ടെന്നും ശത്രുത അവസാനിപ്പിക്കുന്നതിനും സമാധാനം കൈവരിക്കുന്നതിനുമുള്ള ഏറ്റവും പ്രായോഗിക മാർഗം നിലവിലുള്ള നയതന്ത്ര ശ്രമങ്ങളാണെന്നും ഈ ശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവയെ ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനും ബന്ധപ്പെട്ട എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കിട്ടത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് 91 ദീർഘദൂര ഡ്രോണുകൾ ഉപയോഗിച്ച് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ മോസ്കോയ്ക്ക് സമീപത്തുള്ള ഔദ്യോഗിക വസതി ആക്രമിക്കാൻ യുക്രൈൻ ശ്രമിച്ചതായി റഷ്യ ആരോപിച്ചത്. പ്രതികാരം ചെയ്യുമെന്നും ക്രെംലിൻ പ്രതിജ്ഞയെടുത്തെങ്കിലും ഈ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നും നൽകിയില്ല. ഇത് അടിസ്ഥാനരഹിതമാണെന്നും കഠിനമായ സമാധാന ചർച്ചകൾ പാളം തെറ്റിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുള്ളതാണെന്നും യുക്രൈൻ തള്ളിക്കളഞ്ഞു. ഞായറാഴ്ചയ്ക്കും തിങ്കളാഴ്ചയ്ക്കും ഇടയിലുള്ള രാത്രിയിൽ നടന്ന ഈ ഡ്രോൺ ആക്രമണത്തിൽ എല്ലാ ഡ്രോണുകളും വെടിവെച്ചിട്ടതിനാൽ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞു. എന്നാൽ ഉചിതമായ സമയത്ത് പ്രതികരിക്കാനുള്ള അവകാശം റഷ്യയിൽ നിക്ഷിപ്തമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. യുക്രൈനിയൻ ആക്രമണങ്ങളെ സമാധാന ചർച്ചകൾ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നാണ് റഷ്യൻ മന്ത്രി തിരികെ വിശേഷിപ്പിച്ചത്. യുക്രൈനുമായുള്ള ചർച്ചകളിൽ മോസ്കോ നിലപാട് പുനഃപരിശോധിക്കുമെങ്കിലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സംഘവുമായി ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ റഷ്യയുടെ ആരോപണം പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ക്രെംലിൻ തന്നെ വിസമ്മതിച്ചതായും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി തള്ളിക്കളഞ്ഞു. പ്രസിഡന്റ് ട്രംപിന്റെ സംഘവുമായുള്ള ഞങ്ങളുടെ നയതന്ത്ര ശ്രമങ്ങളുടെ എല്ലാ നേട്ടങ്ങളെയും ദുർബലപ്പെടുത്തുവാൻ അപകടകരമായ പ്രസ്താവനകൾ ഉപയോഗിച്ച് റഷ്യ വീണ്ടും അതിൽ ഏർപ്പെട്ടിരിക്കുന്നു. സമാധാനം കൂടുതൽ അടുപ്പിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഈ റെസിഡൻസ് സ്ട്രൈക്ക് കഥ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് എന്നാണ് യുക്രൈനിയൻ നേതാവ് പറഞ്ഞത്. ഏതായാലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിലേക്ക് തങ്ങൾ വളരെയധികം അടുക്കുകയാണെന്നും ഒരുപക്ഷെ വളരെ അടുത്താണ് എന്ന് ട്രംപിനോട് സെലൻസ്കി പറഞ്ഞതിന് ഒരു ദിവസത്തിന് ശേഷമാണ് റഷ്യയുടെ ഈ അവകാശവാദം വന്നത്. ആക്രമിക്കാൻ ശ്രമിച്ചെന്ന് റഷ്യയും ആക്രമിച്ചിട്ടില്ലെന്ന് യുക്രൈനും പറയുന്നു. ഏതായാലും എന്തുതന്നെയായാലും ഈ രംഗത്ത്, ഈ മേഖലയിൽ കൂടുതൽ സമാധാനം ഉണ്ടാകട്ടെ. ഈ 3.5 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ റഷ്യ യുക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് സമാധാന ചർച്ചകളിലേക്ക് വഴിമാറട്ടെ എന്നും അതിലൂടെ സമാധാനം ലോകത്ത് തന്നെ പുലരട്ടെ എന്നുമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.